ഹലോ വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ തെർമോഡൈനാമിക്സ്. ദാറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗിബ്സ് ഫ്രീ എനർജി. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നതാണ് ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ആൻഡ് ദി റിയാക്ഷൻ കോഷ്യൻറ്റും ഗിബ്സ് ഫ്രീ എനർജിയും. ഗിബ്സ് ഫ്രീ എനർജി എന്തായിരുന്നു ഓർമ്മയുണ്ടാ? ഇത് സിമ്പിൾ ഓർമ്മയുണ്ടാ? ജി. ദെൻ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയാക്ഷൻ കോഷ്യൻറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കോഷ്യൻറ്റ്, പിന്നെ നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. കുറേ ആൾക്കാർ ഇങ്ങനെ കമൻസ് ഒക്കെ ഇട്ടു കേട്ടോ, എക്സാം ആവാനായി പേടിയാവുന്നു, പഠിച്ചത് അയ്യോ ഇത് പേടിക്കേണ്ട വലിയ സംഭവമൊന്നുമല്ല ഈ +1 +2 ഒന്നും പറയേണ്ടത്. ഇതിപ്പോൾ നിങ്ങളെന്നല്ല, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ ഭയങ്കര പേടിയാണ്. ഫിസിക്സും കെമിസ്ട്രി മാത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ, എന്തായാലും നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവും. കാരണം എന്താ, നമ്മളെല്ലാവരും ഇപ്പം ഏതൊരാൾക്കും എല്ലാം പഠിച്ചു എന്ന് പറയുന്ന ആൾക്കാർക്കും ആ എക്സാമിന് പോകുമ്പോൾ ഒരു സംശയമായിരിക്കും, ഞാൻ പഠിച്ചിരുന്നോ അല്ലെങ്കിൽ പഠിക്കുക എനിക്കിനി ആൻസർ എഴുതാൻ പറ്റും. അതൊന്നും ഇല്ല, അതൊക്കെ അവിടെ എത്തുമ്പോൾ നടക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നന്നായി മനസ്സിലാക്കി, ഇപ്പോഴും സമയമുണ്ട്. നിങ്ങൾക്ക് എക്സാം എന്നാ വരുന്നത്, മെയ്യിലേക്കല്ലേ. അപ്പം ഇപ്പോഴും പഠിച്ചു തുടങ്ങാനുള്ളവർക്ക് സ്പീഡിൽ പഠിക്കാനുള്ള സമയമുണ്ട്. ഇനിയിങ്ങനെ പതുക്കെ എഴയാനുള്ള സമയമില്ല, സ്പീഡിൽ പഠിക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു കമൻറ്റ് ഇട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. പേടിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു സംഭവമൊന്നും അല്ല ഈ +1 +2 എന്ന് പറയുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഇതേപോലെ, അല്ലാതെ ഹൈ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര പവറുള്ള ആൾക്കാരൊന്നും അല്ല ഞങ്ങളെപ്പോലെ. ഞങ്ങളിപ്പോൾ ടീച്ചറായി എന്നുള്ളത് നോക്കൊന്നും വേണ്ട. എല്ലാവർക്കും ആ സമയത്ത് ടെൻഷനും പേടിയും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ആ സമയത്ത് നമുക്ക് എല്ലാ ആൻസറും കിട്ടും. അല്ലാതെ നിങ്ങൾ അത് ആലോചിച്ച് പേടിച്ചിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പേടിയൊക്കെ ഉണ്ടാവും, പേടി ഉണ്ടാകുന്ന ഒരു കണക്കിന് കുറച്ച് നല്ലത്. എന്താ അറിയോ, വേഗം പഠിക്കണം എന്നുള്ള ചിന്തയുണ്ട്. അപ്പം നിങ്ങൾ ഇനി അങ്ങ് പഠിച്ചു തുടങ്ങുക. അപ്പം ഈ പഠിച്ചു തുടങ്ങാത്തവർ വേഗം ലെസൺ എടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിലൊക്കെ സ്പീഡ് കൂട്ടാൻ പറ്റുക. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ, പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടുക. അതായത് ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ കാണുകയാണെങ്കിൽ ഈ റൈറ്റ് ഹാൻഡിൽ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ബട്ടൺ, അത് ഞെക്കി കഴിഞ്ഞാൽ അവിടെ പ്ലേ ബാക്ക് സ്പീഡ് ഉണ്ട്. അതിപ്പോൾ എൻ്റെത് നോർമൽ 1 സ്പീഡിലാണെങ്കിൽ അതിൽ 1.5 2 ഒക്കെ ആക്കാം. അത് നിങ്ങൾ 1.5 ഇട്ട് വേഗം കാര്യങ്ങൾ കേൾക്കുക. കാരണം ഞാൻ ഇത്ര സ്ലോയിൽ പറയേണ്ട ചിലപ്പോൾ ആയിരിക്കില്ല, എനിക്കിങ്ങനെ സ്പീഡിൽ ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ എന്തെങ്കിലും കുറച്ച് സ്പീഡിലൊക്കെ ഇട്ട് വേഗം കാര്യം മനസ്സിലാക്കുക, ടെക്സ്റ്റ് വായിക്കുക. അതിന് ബേസ് ചെയ്തിട്ടുള്ള കുറേ എത്ര ഗൈഡ് കിട്ടാനുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് കിട്ടാനുണ്ട്, അത് ചെയ്ത് നോക്കുക. അത്രയേ വേണ്ടുള്ളൂ. അല്ലാതെ ഇത് മനസ്സിലാക്കുക, പഠിക്കണ കാര്യം മനസ്സിലാക്കട്ടെ. ഇത് ഞാൻ ഇത്രയും ഒരു 2-3 മിനിറ്റ് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ 2 പേരെ ഇപ്പോൾ കമൻറ്റ്സ് ചെയ്തു, പേടി ഉണ്ടാവും. അതിപ്പോൾ പേടിക്കേണ്ടത് ഞാൻ പറഞ്ഞാൽ പേടി ഉണ്ടാവും. ബട്ട് റിലാക്സ്, ഇത്രയേ ഉള്ളൂ. ഇത് വലിയ സംഭവമൊന്നുമല്ല. +1 +2 ഒന്നൊരു സംഭവമല്ല. ഇത് നമുക്ക് നമ്മുടെ ബേസ് കിട്ടിയാലേ നമുക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകാനുള്ളൊരു കാര്യം മാത്രം. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മാർക്ക് പോയി എന്ന് വെച്ചാൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, എന്തൊക്കെയുണ്ട്. പക്ഷേ പഠിക്കാം, നന്നായിരുന്നു പഠിക്കുക. ആ സമയത്ത് നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റിപ്പോകാം. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കാം. അല്ലാതെ ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അയ്യോ എന്നൊന്നും പറഞ്ഞ് നമ്മുടെ ലൈഫ് കളയാനൊന്നുമില്ല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം നന്നായിരുന്നു പഠിക്കുക, റിലാക്സ്ഡ് ആവുക. ഇനി പഠിച്ചു തുടങ്ങാത്തവർക്ക് എന്താ, ഞാനിപ്പോൾ 7th ലെസൺ എത്തിയിട്ടുള്ള, എൻ്റെ കൂടെ ഓടിയാൽ മതി, നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ചിലപ്പം സ്കൂളിൽ പറഞ്ഞിട്ട് കാര്യമില്ല, പെട്ടെന്ന് അവർക്ക് പോർഷൻ തീർക്കണം. അപ്പം അവർ ഓടുന്നുണ്ട്, അത് കണ്ട് നിങ്ങൾ പേടിച്ചിട്ട് കാര്യമില്ല. അവർക്ക് തീർത്തല്ലേ പറ്റൂ, തീർത്തില്ലേ നിങ്ങൾ നാളെ പറയില്ല ടീച്ചർ പഠിപ്പിച്ചില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ ഇപ്പോഴെങ്കിലും ഓടിത്തുടങ്ങുക. ഭയങ്കരമായിട്ട് ഓടാനല്ല പറഞ്ഞത്, എല്ലാത്തിനും ഈക്വൽ ടൈം വെച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കും. നിങ്ങൾക്ക് തീർക്കാൻ പറ്റാത്തതായിട്ട് ഒരു സംഗതിയും ഇല്ല. പിന്നെ വല്ലാണ്ട് ടഫായിട്ടുള്ള ലെസൺസൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അല്ലാതെ എല്ലാം ഇരുന്ന് പഠിച്ച് തീർക്കാൻ പറ്റണം എന്നില്ല ചില ലെസൺസൊക്കെ. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ പ്ലാനിങ് ഒക്കെ വെച്ച് ടെൻഷൻ അടിക്കേണ്ട. പ്ലാനിങ് അത് വേണം, കമ്പൽസറി ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിക്കോ. ഞാൻ ഇന്ന ദിവസം ഇത്ര ലെസൺ പഠിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇത്ര മണിക്കൂറുകൊണ്ട് ഞാൻ തീർക്കും. സുഖമാണ്, അത്രയൊന്നും ഇല്ല, പണ്ടത്തെ പോലെ ഒന്നുമില്ല. ഇപ്പോൾ യൂട്യൂബിൽ നിറച്ച് ക്ലാസ്സാണ്. ഒരു ക്ലാസ്, ഇപ്പോൾ എൻ്റെ ഒരു ക്ലാസ് 30 മിനിറ്റ്സ് ആണെങ്കിൽ ആ 30 മിനിറ്റ് FF അടിച്ച് ഞാൻ മറ്റേ സ്പീഡ് അടിച്ചാൽ 15 മിനിറ്റ് കൊണ്ട് ഒരു ക്ലാസ് കാണാം. പിന്നെ 2-3 ക്ലാസ് കണ്ട ഒരു ദിവസം കെമിസ്ട്രിയിൽ 1 മണിക്കൂർ അങ്ങനെ പഠിക്കാം. ആ 1 മണിക്കൂർ പഠിക്കുമ്പോൾ എന്തായി, ആ ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്യും. എൻ്റെ മൊത്തം ക്ലാസ് എടുത്ത് നോക്കൂ. ഇപ്പം ഒരു ലെസൺ കംപ്ലീറ്റ് എടുക്കാൻ മാക്സിമം 2 hours ഒക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, 2 to 2.5 hours. അത് ഒരു ദിവസം 1 hour, പിറ്റേ ദിവസം 1 hour. അപ്പോൾ ആ ലെസൺ അങ്ങ് കഴിഞ്ഞു. പിന്നെ അതിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് മറന്നുപോട്ടെ, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, ടെക്സ്റ്റ് ബാക്ക് എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ കുറേ ഗൈഡും കാര്യങ്ങളും പേപ്പേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചൊന്ന് റെഫർ ചെയ്യുക, പഠിക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്ത് എളുപ്പത്തിൽ പറഞ്ഞില്ലേ ഞാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് വിട്ടു പോകണ്ട. ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീ എനർജി, എന്തായിരുന്നു,
റിയാക്ഷൻ കോഷ്യൻ ആൻഡ് ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇവർ മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഗിബ്സ് ഫ്രീ എനർജി? ഗിബ്സ് ഫ്രീ എനർജി is defined as the energy available during a process which can be converted into useful work. ഇത് കേൾക്കാത്തവരുണ്ടെങ്കിൽ തെർമോഡൈനാമിക്സിൻ്റെ ക്ലാസ് കേൾക്കണം. എന്തായിരുന്നു ഗിബ്സ് ഫ്രീ എനർജി? അതായത് ഒരു പ്രോസസ്സ് നടക്കുമ്പം ആ പ്രോസസ്സിൻ്റെ കയ്യിൽ എനർജി ഉണ്ടാകും. ആ എനർജിയിൽ എത്ര എനർജി നമുക്കൊരു യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ആ എനർജിയാണ് നമ്മൾ ഗിബ്സ് എനർജി എന്ന് പറയുന്നത്. ഗിബ്സും ഇവരും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സോ ഗിബ്സ് ഫ്രീ എനർജി ഇസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ G or delta G, that is Gibbs free energy change is equal to delta G0. ഇതെന്താ സായിരുന്നു ഈ സീറോ മുകളിലിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇറ്റ് റെപ്രസെൻറ്റ് ദി സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്, സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച്. ഡെൽറ്റ G0 പ്ലസ് RT ln Q. There is a relationship between Gibbs free energy, standard Gibbs free energy, and reaction or the concentration quotient or the reaction quotient by a relation delta G is equal to delta G0 plus RT ln Q. ഇനി നമുക്കറിയാം ഇഫ് ഡെൽറ്റ G is less than 0, that is delta G is negative, then the reaction or the process is spontaneous. ഓർമ്മയുണ്ടോ? സ്പോണ്ടേനിയസിന് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെൽറ്റ എസ് വെച്ചിട്ടും ഡെൽറ്റ G വെച്ചിട്ടും. ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എൻട്രോപ്പി. ഇഫ് എൻട്രോപ്പി ഇസ് ഗ്രേറ്റർ ദാൻ 0, the reaction is spontaneous. പക്ഷേ ഇവിടെ ഡെൽറ്റ G ലെസ് ദാൻ 0 ആകുമ്പോഴാണ് സ്പോണ്ടേനിയസ്. Or if delta G is greater than 0, then the process is non-spontaneous. പെട്ടെന്ന് സ്പോണ്ടേനിയസ് അല്ല. വി ഹാവ് ടു ഗിവ്, അതിന് വല്ല ഇനീഷ്യേഷനൊക്കെ കൊടുത്താലേ പ്രോസസ്സ് നടക്കും. Or when delta G is equal to 0, then we can say that the process is in equilibrium. ഓർമ്മയുണ്ടോ? അപ്പം നമ്മൾ പറഞ്ഞു ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി എടുക്കുന്ന ക്ലാസ്സസിൽ പറയാം. അപ്പം if delta G is less than 0, it is spontaneous. Delta G is greater than 0, it's non-spontaneous. And delta G is equal to 0, it is equilibrium. നമുക്കിവിടെ വേണ്ടത് ഈ ഒരു കണ്ടീഷനാണ്. ഡെൽറ്റ G is equal to 0 ആകുമ്പോൾ ഇക്വിലിബ്രിയം. ഈ Q എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. ദാറ്റ് ഈസ് ഒരു പ്രോസസ്സ് നടക്കുമ്പം നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റും റിയാക്റ്റൻറ്റും എടുത്തു കഴിഞ്ഞാൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ് റേസ് ടു ദി പവർ ഓഫ് ദി സ്റ്റോഷിയോമെട്രിക്ക. അപ്പോൾ ഇതാണ് റിയാക്ഷൻ കോഷ്യൻ. റിയാക്ഷൻ കോഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ടൈമിൽ റിയാക്ഷൻ നടക്കുമ്പോഴോ അപ്പോൾ എടുക്കുന്ന കോൺസെൻട്രേഷൻ്റെ ആ ഒരു റേഷ്യോ ആണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഡെൽറ്റ G is equal to 0 ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതി കൂടെ. ഡെൽറ്റ G is equal to 0 എപ്പോഴാണ്? ഇക്വിലിബ്രിയത്തിൽ. സോ ഇറ്റ് വിൽ ബി ഡെൽറ്റ G0 പ്ലസ് RT ln. ഈ Q ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ അതിന് നമ്മൾ പേര് കൊടുക്കുന്നത് എന്താണ്? ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അല്ലേ? ഇത് റിയാക്ഷൻ കോഷ്യൻ്റ് ആണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ദി പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റന്റ് അറ്റ് ഇക്വിലിബ്രിയം. അപ്പോൾ എനിക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിക്കൂടെ? 0 is equal to ഡെൽറ്റ G പ്ലസ് RT ln Kc. അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാം. ഡെൽറ്റ G0 is equal to മൈനസ് അല്ലേ, ഇതിനെ ഇവിടെ വെച്ചിട്ട് ഇതിനിപ്പുറത്തേക്ക് എടുത്താൽ മൈനസ് RT ln Kc എഴുതിക്കൂടെ? ഇത് ഞാൻ പറഞ്ഞു നാച്ചുറൽ ലോഗരിതമാണ്. നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ബേസ് 10 ലോഗരിതത്തിലേക്ക് എഴുതുക എങ്ങനെയാണ്? നമ്മൾ നാച്ചുറൽ ലോഗരിതത്തിൻ്റെ ബേസ് 10ലേക്ക് ആക്കുമ്പോൾ നമ്മൾ എന്തെഴുതും? 2.303 ലോഗ് എന്നാണ്. അപ്പോൾ ഈ നാച്ചുറൽ ലോഗരിതത്തിനെ നമ്മൾ ബേസ് 10ലേക്ക് എഴുതുമ്പോൾ മൈനസ് 2.303 RT ലോഗ് Kc എന്ന് എഴുതിക്കൂടെ? ഡെൽറ്റ G ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇക്വേഷൻ. ഡെൽറ്റ G is equal to മൈനസ് 2.303 RT ln RT log Kc. ഇനി ഇതിനെ വേറൊരു തരത്തിലും കൂടെ എഴുതാം. ഡെൽറ്റ G0 ബൈ മൈനസ് ഡെൽറ്റ G0 RT is equal to ln K എന്ന് എഴുതിക്കൂടെ? മൈനസ് ഡെൽറ്റ G0 ഡിവൈഡഡ് ബൈ RT ln K. or K is equal to exponential e raised to minus delta G0 by RT എന്ന് എഴുതിക്കൂടെ?
എക്സ്പോണൻഷ്യൽ ഇൻ ടേംസ് ഓഫ്, ഇപ്പോൾ ഈ രണ്ട് ഇക്വേഷനും സെയിം തന്നെയാണ്, പക്ഷെ ഒന്ന് എക്സ്പോണൻഷ്യൽ ടേമിലാണ്, ഒന്ന് ബേസ്ഡ് ഇൻ ലോഗ്, ദാറ്റ് ഇസ് കെ സി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി. ഇനി ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഇതെന്ത് ഇക്വേഷനാണ് ചിന്തിക്കരുത്, അതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷനും പഠിപ്പിച്ചു തന്നത്. സോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ കെ സി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഡെൽറ്റ ജി സീറോ ബൈ ആർ ടി, ഓർ ഡെൽറ്റ ജി സീറോ ഇസ് ഈക്വൽ ടു മൈനസ് 2.303 ആർ ടി ലോഗ് കെ സി. കെ സി is known as equilibrium constant, T is the temperature, R is the universal gas constant, and delta G0 is the Gibbs free energy, standard Gibbs free energy. So there will be a question, if there is a question like this, write a relationship between the Gibbs free energy and the equilibrium constant. Then you have to write delta G0 is equal to minus 2.303 RT log Kc, or derived equation for Gibbs free energy in terms of equilibrium constant. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എഴുതി അങ്ങ് പറഞ്ഞേച്ചാൽ മതി. ക്ലിയർ ആയോ ഇത്? ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത്, ഞാൻ തന്നെ എൻ്റെ 10th കുട്ടികളാണെങ്കിൽ, നിങ്ങൾ എൻ്റെ കെമിസ്ട്രി ക്ലാസ് ആണ് ഫോളോ ചെയ്തെങ്കിൽ നിങ്ങൾക്കിത് അസലായിട്ട് അറിഞ്ഞിരിക്കണം, ദാറ്റ് ഇസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താ നോക്കാതെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്, നല്ലോണം മനസ്സിലാക്കണം കേട്ടോ. ഞാനിത് 10th അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി 10th അന്ന് പഠിച്ചവർ മറന്നു പോകാൻ പാടില്ല, അത്രയും ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മറന്നു പോയവർക്ക് ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ഓർ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇക്വിലിബ്രിയത്തിൽ അല്ലേ, ഇക്വിലിബ്രിയം എപ്പോഴും അറ്റൈൻ ചെയ്യുന്നത് എൻ്റെ ടെമ്പറേച്ചർ ഷുഡ് ബി ഒരു ക്ലോസ് സിസ്റ്റം ആയിരിക്കണം, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, പ്രഷർ വോളിയം ഇത് ഏതെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം മാറും അല്ലേ, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അപ്പോൾ ആരൊക്കെയാണ് ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ദി സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം? ഒരു ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം ഇങ്ങനെ നിൽക്കുമ്പം അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഉള്ളത്? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, കോൺസെൻട്രേഷൻ, ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇതിനെ വേരി ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ഇവരെ വേരി ചെയ്യിപ്പിക്കുക, ഹൗ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ദി ഇക്വിലിബ്രിയം, ഇത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരാളാണ് ലേ ഷാറ്റ്ലിയർ. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ലേ ഷാറ്റ്ലിയേഴ്സ് പ്രിൻസിപ്പിൾ. അതെന്താണ് ലേ ഷാറ്റ്ലിയറിൻ്റെ പ്രിൻസിപ്പിൾ? According to Lee Chatelier principle, whenever there is a change in temperature, pressure, concentration for a system in equilibrium, the system will try to readjust in such a way as to cancel the effect of that change. അതായത് ഇഫ് എ സിസ്റ്റം ഇസ് ഇൻ ഇക്വിലിബ്രിയം, ഒരു സിസ്റ്റം ഒരു ഇക്വിലിബ്രിയത്തിലാണ്, whenever there is a change in temperature, pressure, concentration, നമ്മൾ എന്തെങ്കിലും സിസ്റ്റം നല്ല ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്ത് ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ വന്നു കഴിഞ്ഞാൽ ദ സിസ്റ്റം വിൽ ട്രൈ ടു റീഡ്. സിസ്റ്റം ഞാൻ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുകയാണ്, എന്നെ വന്ന് എഫക്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണോ നിങ്ങൾ? അപ്പോൾ ഇറ്റ് വിൽ ട്രൈ ടു റീ അഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേ, അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? സച്ച് എ വേ ആസ് ടു ക്യാൻസൽ ദാറ്റ് എഫക്റ്റ്, ആ എഫക്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ ഒരു പണിയും ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്, ഇക്വിലിബ്രിയത്തിലാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പണി തരുമ്പോൾ, ഇപ്പോൾ ഒന്നും വേണ്ട, വെറുതെ ഇരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഒരു പണി തരുമ്പം ആ പണി എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നല്ലേ നമ്മൾ നോക്കുക. നമ്മൾ വെറുതെ പഠിക്കാതെ റൂമിലിരിക്കും, നമ്മളോട് ഒരു പണിയെടുക്കാൻ, എന്തെങ്കിലും ഒരു പണിയെടുക്കാൻ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ആ പണിയിൽ നിന്ന് എങ്ങനെ ആ പണി ഒഴിവാക്കാം അതല്ലേ നമ്മൾ ചിന്തിക്കുക. അതേപോലെ തന്നെ സിസ്റ്റം ഇങ്ങനെ നല്ല രസമായിട്ട് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുമ്പോൾ whenever there is any ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റം റീഅഡ്ജസ്റ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? സച്ച് എ വേ ആസ് ടു ക്യാൻസൽ ദാറ്റ് എഫക്റ്റ്, ആ എഫക്റ്റ് ഇല്ലാതിരിപ്പിക്കാൻ വേണ്ടി ഇത് ശ്രമിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു വേണം വാട്ട് ഇസ് മെൻ ബൈ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് whenever there is a change in temperature, pressure, concentration on a system in equilibrium, the system will try to readjust in such a way as to cancel that effect of that change. അപ്പം നമ്മൾ ഒരു റിയാക്ഷൻ വെച്ചിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് ഇത് പറയാൻ പോകുന്നത്. നമുക്കിത് പറയാം. അതായത് ഫസ്റ്റ് വൺ, ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അല്ലേ, ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പം ഞാനിതാ പറയുന്ന ഒരു റിയാക്ഷൻ H2 + I2 gives 2HI. ഓക്കെ, H2 + I2 gives 2HI. അപ്പോൾ ഈ സിസ്റ്റം ഇങ്ങനെ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുക ഇക്വിലിബ്രിയം ഒന്ന് ചേഞ്ച് ചെയ്യും. എങ്ങനെ? I'm just adding some more H2. ഇപ്പോൾ
അപ്പോൾ ഇങ്ങനെ സിസ്റ്റം ഇങ്ങനെ H2+I2 HI വെച്ചിട്ട് ഇങ്ങനെ നടക്കുക. H2+I2 റിയാക്ഷൻ നടക്കുന്നു, HI വരുന്നു, തിരിച്ച് അതേപടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഐ എം ജസ്റ്റ് ചേഞ്ചിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദ റിയാക്ടൻറ്റ്. ഏതെങ്കിലും ഒരു റിയാക്ടൻ്റെ കോൺസെൻട്രേഷൻ ഞാൻ ചേഞ്ച് ചെയ്യാം. ഇത് ഐ ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ്. ഞാനിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് വൺ ഐ എം ഇൻക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് H2. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. കോൺസെൻട്രേഷൻ ഓഫ് H2 കൂട്ടാണ്. അപ്പോൾ സിസ്റ്റം ചോദിക്കുക, ആഹാ ഞാനിവിടെ നല്ലപോലെ ഇരിക്കുമ്പോൾ നിങ്ങൾ വന്ന് എൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണോ, അതായത് എമൗണ്ട് ഓഫ് H2 കൂട്ടുക, എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ കോൺസെൻട്രേഷൻ ഞാൻ കുറയ്ക്കും. അതായത് ഞാൻ H2നെ എങ്ങനെ കുറയ്ക്കും, ഞാൻ എങ്ങനെ H2നെ കുറയ്ക്കുക? സിസ്റ്റത്തിന് ഓടിപ്പോയിട്ട് H2നെ കളയാൻ പറ്റുമോ? ഇല്ല. സിസ്റ്റം എന്ത് ചെയ്യുന്നറിയാം, ഈ H2നെ വീണ്ടും വീണ്ടും സ്പീഡിൽ I2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് HI ഉണ്ടാക്കും. അങ്ങനെയല്ലേ സിസ്റ്റത്തിന് H2നെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സിസ്റ്റത്തിന് H2നെ പിന്നെ എവിടെയും കൊണ്ട് കളയാൻ പറ്റില്ല. സിസ്റ്റം എന്ത് ചെയ്യും, സിസ്റ്റം വിൽ റിയാക്ട് ഇൻ ഏത് ഡയറക്ഷനിൽ, ഫോർവേഡ് ഡിറക്ഷൻ, ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ HI. അപ്പം എന്തേ ഈ H2ൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറയുമല്ലോ. ഇതന്നെ ഞാൻ വീണ്ടും ചെയ്യും. ഞാൻ എന്ത് ചെയ്യും, ആഹാ അങ്ങനെ വിട്ടാൽ പറ്റുമോ വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ഓഫ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ എക്സാം ഹാളിൽ നിന്ന് ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ ബൈഹാർട്ടെന്ന് പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. I2നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിസ്റ്റം ചോദിക്കുക, ആഹാ ഞാൻ നല്ലപോലെ ഇരിക്കുമ്പം നിങ്ങൾ I2 വന്ന് ആഡ് ചെയ്യണോ? ശരിയില്ല, ഞാൻ എന്ത് ചെയ്യും, I2നെ ഞാൻ കുറയ്ക്കും. I2നെ ഞാൻ എങ്ങനെയാണ് കുറയ്ക്കുക? ഇവിടെ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന പരിപാടി അത് ഒഴിവാക്കാൻ ശ്രമിക്കും. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാനാണ് ഇത് ശ്രമിക്കുക. ഞാൻ I2 കൊടുത്താൽ അത് I2 കുറയ്ക്കാൻ ശ്രമിക്കും. അത് എങ്ങനെ ചേഞ്ച് ചെയ്യും, വീണ്ടും വീണ്ടും HI പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ I2 ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക? ദ റിയാക്ഷൻ വിൽ മൂവ് ഇൻ ദി ഫോർവേഡ് ഡിറക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതേ റിയാക്ഷൻ തന്നെ HI ഇങ്ങനെ ഉണ്ടായും കൊണ്ട് നിൽക്കല്ലേ. അപ്പം ഞാൻ എന്ത് വിചാരിക്കുകയാണ്, HI അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, ഇത് ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തില്ല കേട്ടോ. ഞാൻ എന്ത് ചെയ്യും, കുറച്ച് HIനെ എടുത്ത് മാറ്റും. ഞാൻ ഈ റിയാക്ഷന് HI ഹൈഡ്രജൻ അയഡൈഡിനെ എടുത്ത് മാറ്റും. അപ്പോൾ സിസ്റ്റം ചോദിക്കുക, ആഹാ കൊള്ളാലോ, ഞാൻ ഉണ്ടാക്കുന്ന HI നിങ്ങൾ എടുത്ത് മാറ്റുമോ? എന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കൂട്ടിക്കൊണ്ടേയിരിക്കും HIനെ എങ്ങനെയാണ് കൂട്ടുക? വീണ്ടും HIനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴും ഡിക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ഞാൻ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അതായത് നമ്മൾ എക്സ്റ്റേണലി. അപ്പോൾ സിസ്റ്റം വിൽ ട്രൈ ടു റീഅഡ്ജസ്റ്റ് ഇൻ സച്ച് എ വേസ് ടു ക്യാൻസൽ. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ ശ്രമിക്കും. അപ്പോഴും എന്ത് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ നടക്കും. മനസ്സിലായോ? ഇനി വെറുതെ വിചാരിക്കുക, ഐ ആം ജസ്റ്റ് ആഡിങ്, ഞാൻ കുറച്ച് HI പുറത്തുനിന്ന് എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ ഇവർ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുക, നല്ലപോലെ നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഞാൻ കുറച്ച് HI അങ്ങ് ഇട്ടെടുക്കും. അപ്പോൾ സിസ്റ്റം ചോദിക്കും, ആഹാ നിങ്ങൾ കോൺസെൻട്രേഷൻ, അതായത് പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയാണോ? എന്നാൽ ഞാനത് കുറയ്ക്കും. അതെങ്ങനെയാണ് ചെയ്യുക? റിവേഴ്സ് ഡയറക്ഷൻ, ഇൻക്രീസിങ് ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ അതെന്ത് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടത്തും. മനസ്സിലായില്ലേ? ഞാനിവിടുന്ന് കുറച്ച് HI ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചോദിക്കും, ആഹാ നിങ്ങൾ എൻ്റെ HIനെ കൂട്ട്, ദെൻ വാട്ട് ഐ വിൽ ഡു, ഞാനത് കുറയ്ക്കും. എങ്ങനെ കുറയ്ക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ. മനസ്സിലായല്ലോ ഹൗ ദി എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പം സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ദി എഫക്ട്. നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്ത് എക്സ്റ്റേണൽ ഏജൻറ്റ് കൊടുക്കുന്ന എഫക്റ്റും അത് എന്ത് ചെയ്യും, ഇറ്റ് ട്രൈസ് ടു നള്ളിഫൈ ദി എഫക്ട്. ആ എഫക്റ്റിനെ കുറയ്ക്കാൻ ശ്രമിക്കും. കോൺസെൻട്രേഷൻ വളരെ സിമ്പിളാണ് ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ. ഇനി സെക്കൻഡ് ശ്രദ്ധിച്ചോളൂ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇതും വളരെ രസമായിട്ടുള്ളൊരു എക്സാമ്പിളാട്ടോ. ഞാനൊരു സിമ്പിൾ ഓക്കെ, N2+H2 gives 2NH3. ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ്. ഇനി നിങ്ങൾ പറയും ഈ ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് റിയാക്ഷനാണ് ഇത്? എക്സോതെർമിക്. എന്താണ്? ഇറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. അപ്പം എന്താണ് ഈ ഫോർവേഡ് റിയാക്ഷൻ? എക്സോതെർമിക് ആണ്. ഇനി നല്ലോണം ശ്രദ്ധിച്ചോളൂ, ഞാൻ N2+H2നെ കൂട്ടിയിട്ട് അമോണിയ ഉണ്ടാക്കുകയാണ്. അമോണിയ എന്താണ്? ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്. അതായത് ദാറ്റ് മീൻസ് ദ ഫോർവേഡ് റിയാക്ഷൻ ഇസ് എക്സോതെർമിക്. അതായത് ഹീറ്റ് ഇസ് എക്സോ എന്ന് പറയുമ്പോൾ ലിബറേറ്റിംഗ്, അതായത് പുറത്തേക്ക് വിടും. ഞാൻ എപ്പോഴും പറയും എക്സോ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എക്സിറ്റ് എന്ന് ആലോചിച്ചാൽ മതി. എക്സിറ്റ് പുറത്തേക്ക് പോകുക അല്ലേ, എക്സിറ്റ് ചെയ്യാൻ തന്നെ പുറത്തേക്ക് പോവുക. അപ്പം എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തേക്ക് വരികയാണ് അല്ലേ. ഹീറ്റ് പുറത്തേക്ക് വരുമ്പോൾ സിസ്റ്റം നല്ല ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എക്സോ ആണെങ്കിൽ ഉറപ്പായിട്ട് ബാക്ക്വേർഡ് എന്തായിരിക്കും? എൻഡോ ആയിരിക്കും. എൻഡോ എന്ന് പറയുമ്പോൾ അതും ഞാൻ ഒരു കോഡ് മലയാളത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റേത് അതായത് എബ്സോർബിങ് മോർ ആൻഡ് മോർ ഹീറ്റ് എനർജീസ് എബ്സോർബ്ഡ്. അപ്പോൾ NH3 കൂടുതൽ ഹീറ്റ് എബ്സോർബ് ചെയ്തിട്ട് N2+H2 പ്രൊഡ്യൂസ് ചെയ്യും. ഇനിയിപ്പോൾ നോക്കുക, ഞാൻ ഈ ഒരു സിസ്റ്റത്തിന്, അതായത് പുറത്തേക്ക് വരുന്ന ഹൈ എമൗണ്ട് ഓഫ് എനർജിയാണ്, ട്രൈയിങ് ടു റെഡ്യൂസ് ദി ടെമ്പറേച്ചർ.
ഞാൻ ഈ ടെമ്പറേച്ചർ അങ്ങ് കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് സിസ്റ്റം N2H2+2NH2 തന്നെ അത് പുറത്തേക്ക് ചൂട് പ്രൊഡ്യൂസ് ചെയ്തത് ടെമ്പറേച്ചർ കൂട്ടുന്ന സിസ്റ്റവും ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ എബ്സോർബ് ചെയ്ത് പോകുന്ന പ്രോസസ്സ്. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ അങ്ങ് കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പം ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റം എന്ത് പറയും, ആഹാ നിങ്ങൾ എൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക, എന്നാൽ ഞാൻ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടും. ടെമ്പറേച്ചർ എങ്ങനെയാണ് കൂട്ടുക, പുറത്തേക്ക് കുറേ ഹീറ്റ് അങ്ങ് വിട്ടിട്ട്. അപ്പം അത് ഏത് ഡിറക്ഷനിൽ നടക്കും, ദ അബവ് റിയാക്ഷൻ വിൽ, അത് ഓരോ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, ബൈ ഹാർട്ട് പഠിച്ചേക്കരുത്. ഇതിപ്പോൾ ഫോർവേഡ് എക്സോ ആയതുകൊണ്ട് if I am decreasing the temperature, the system will tries to nullify the effect by producing more and more heat. എങ്ങനെയാണ് more and more heat produce ചെയ്യുക, exothermic. So the forward reaction will be exothermic. So it will enhance forward reaction. ഞാൻ ഈ ഒരു കേസിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എൻഹാൻസ് ചെയ്യും. ഇനി അടുത്ത എന്താ, ഞാൻ ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടേയിരിക്കുക, ടെമ്പറേച്ചർ കൊടുത്തോണ്ടേയിരിക്കുകയാണ്. ടെമ്പറേച്ചർ കൂട്ടുക കേട്ടോ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സിസ്റ്റം പറയും, ആഹാ നിങ്ങൾ എൻ്റെ ടെമ്പറേച്ചർ കൂട്ടുക, എന്നാൽ ഞാൻ ആ ടെമ്പറേച്ചർ കുറയ്ക്കും. എങ്ങനെ കുറയ്ക്കും, ആ കിട്ടുന്ന ടെമ്പറേച്ചറിനെ ഫുൾ അങ്ങ് എബ്സോർബ് ചെയ്താടും. എബ്സോർബ് ചെയ്യുമ്പോൾ അതെന്താ ചെയ്യുക, ഏത് റിയാക്ഷനാണ് നടക്കുക, ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ. മനസ്സിലായി? ബിക്കോസ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇസ് എൻഡോതെർമിക്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റൊക്കെ അത് വേഗം എന്താണ് കഴിച്ചു കളയും. ആഹാ നിങ്ങൾ തരുന്ന ഹീറ്റൊക്കെ ഞാൻ എടുത്തു കളയും. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പം നിങ്ങൾ എൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ നോക്കണ്ട, അത് ഫുൾ എടുത്തും കണ്ട് എന്ത് ചെയ്യും, അത് N2+H2 ഉണ്ടാക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. സോ ഡിക്രീസിങ് ദി ടെമ്പറേച്ചർ ഫേവേഴ്സ് ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ഇൻക്രീസിങ് ദി ടെമ്പറേച്ചർ ഇൻ ദിസ് കേസ് ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓർ നിങ്ങൾക്ക് എന്ത് പറയാം, ഡിക്രീസിങ് ദി ടെമ്പറേച്ചർ ഫേവേഴ്സ് ഏത് റിയാക്ഷനാണ്, എക്സോതെർമിക്, ആൻഡ് ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഫേവേഴ്സ് എൻഡോതെർമിക് റിയാക്ഷൻ. മനസ്സിലായോ? ടെമ്പറേച്ചർ കുറയ്ക്കുന്നപ്പം അത് ഏതിനെ ഫേവർ ചെയ്യും, എക്സോതെർമിക്കിനെ ഫേവർ ചെയ്യും. കാരണം അതിന് എക്സോ എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടുക, നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റം വിൽ ട്രൈ ടു റെഡ്യൂസ് ഇറ്റ് എഫക്ട് ബൈ അബ്സോർബിങ് ദി മോർ ആൻഡ് മോർ ഹീറ്റ്. അപ്പോൾ അതെന്തിനെ ഫേവർ ചെയ്യും, എൻഡോതെർമിക്. ഈ രണ്ട് കോൺസെപ്റ്റും ക്ലിയർ ആയോ? ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രഷറിൻ്റെ കേട്ടോ. അത് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ എളുപ്പത്തിൽ ബൈഹാർട്ട് പഠിക്കാനുള്ളൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ബൈഹാർട്ട് പഠിക്കുന്നതിനോട് താല്പര്യമില്ല, പക്ഷേ എക്സാം ഹാളിൽ കൺഫ്യൂസ്ഡ് ആവേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇനി പ്രഷറിനെ വെച്ചിട്ട് കേട്ടോ, N2+3H2 gives 2NH3. ഓക്കെ, ഇതുതന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പ്രഷർ, അപ്പോൾ പ്രഷറിൻ്റെ കോൺസെപ്റ്റ് പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. പ്രഷർ കൂടുമ്പോൾ എന്താ നോർമൽ ജനറൽ കേസ് പറയാം. പ്രഷർ കൂടുമ്പം വോളിയം കുറയും അല്ലേ. പ്രഷർ ഇതൊരു കേസാണെങ്കിൽ ഞാൻ പ്രഷർ കൂട്ടുകയാണ്. പ്രഷർ കൂട്ടുമ്പം വോളിയം കുറഞ്ഞു അല്ലേ. പ്രഷർ കൂട്ടുമ്പം വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടിയപ്പോൾ വോളിയം കുറഞ്ഞു. വോളിയം കുറയുമ്പം നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ആയോ ഡിക്രീസ് ആയോ? ഇത് നമ്പർ ഓഫ് മോൾസ്, ഇതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്, നമ്പർ ഓഫ് മോൾസ് പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം എന്തായി, അതായത് പ്രഷർ കൂട്ടിയപ്പം വോളിയം കുറഞ്ഞു, നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം കൂടി. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോൾസ് കൂടിയോ? യെസ്. അപ്പം നമുക്ക് പറയാം നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസസ്. ഓക്കെ ആണല്ലോ അല്ലേ, മനസ്സിലായല്ലോ? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറഞ്ഞു, വോളിയം കുറഞ്ഞപ്പോൾ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ആയി. ഓക്കെ, ഞാൻ ലേശാറ്റിലേക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാലോ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞൂടെ? പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചോളൂ. പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഓക്കെ ആണല്ലോ? പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, വോളിയം കുറഞ്ഞപ്പോൾ എന്താണ്, നമ്പർ ഓഫ് മോൾസ് നമുക്കറിയാം കൂടും. സോ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇനിയാണ് നമ്മൾ ലേശാറ്റിലേക്ക് വരുന്നത്. ഇഫ് ഐ ഇൻക്രീസ് ദി പ്രഷർ, ദ സിസ്റ്റം വിൽ ട്രൈസ് ടു ഡിക്രീസ് ദി പ്രഷർ. ഡിക്രീസ് ചെയ്യപ്പെടാം പ്രഷർ നമ്പർ ഓഫ് മോൾസിൻ്റെ കേസിൽ. നമുക്ക് ഇവിടെ നോക്കിയിട്ട് ഒരു റിയാക്ഷൻ നോക്കിയിട്ട് പ്രഷർ കൂടിയോ കുറഞ്ഞോ എന്ന് എനിക്കിത് നോക്കി പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇല്ല. ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതിൽ പ്രഷർ കൂട്ടിയോ കുറഞ്ഞോ എന്ന് വെച്ചാൽ എനിക്ക് പ്രഷറിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് അവിടെ നോക്കാൻ പറ്റിയ ഒരാൾ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്രഷറിൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ടാണ് പറയാം. അപ്പോൾ പ്രഷർ കൂട്ടുമ്പം എനിക്കറിയാം ഓട്ടോമാറ്റിക്കലി പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. പ്രഷർ കൂട്ടുമ്പം നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ദ സിസ്റ്റം വിൽ ട്രൈസ് ടു റെഡ്യൂസ് ഓർ നള്ളിഫൈ ദി എഫക്റ്റ് ഓഫ് പ്രഷർ ബൈ ഡിക്രീസിങ് ദി നമ്പർ ഓഫ് അതായത് നമ്പർ ഓഫ് മോൾസ്. അതായത് പ്രഷർ കൂടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കും. പ്രഷർ കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലാണ് ശ്രമിക്കുക? നമ്പർ ഓഫ് മോൾസ് കൂട്ടുന്ന രീതിയിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ?
അതായത് if the pressure is increased, the system will tries to reduce or nullify the effect by shifting the equilibrium in such a way as to decrease the number of moles. ഏത് ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യുക വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഡയറക്ഷനിലേക്ക്. കാരണം പ്രഷർ കൂടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പോൾ ഇതുവരെ അങ്ങനെ നമ്പർ ഓഫ് മോൾസ് കൂടേണ്ട, നമ്പർ ഓഫ് മോൾസ് കുറയ്ക്കണം. അപ്പോൾ അത് ഇറ്റ് വിൽ ഷിഫ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ്. So, as the pressure increases, system will tries to nullify its effect by shifting in the direction in which number of moles decreases. ഇനി എങ്ങനെ ഈ നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ് ആയി ഡിക്രീസ് ആയി നോക്കൂ. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 1. എത്ര മോൾസ് ഓഫ് അമോണിയ റിയാക്ട്? 1 മോൾസ് ഓഫ് അമോണിയ react with 3 moles of hydrogen. Total number of moles in the reactant is 4. Here ഇവിടെ 2 മോളേ ഉള്ളൂ. അപ്പോൾ സിസ്റ്റം ഏത് ഡയറക്ഷനിലേക്ക്, അതായത് പ്രഷർ കൂട്ടുമ്പോൾ ഇറ്റ് വിൽ ഷിഫ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ്. ഏത് ഡിറക്ഷനിലാ? ഫോർവേഡ് റിയാക്ഷൻ. ഈ കേസിൽ എവിടെയാ ഫോർവേഡ് റിയാക്ഷൻ ഫേവർ. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ വരാം പ്രഷറും നമ്പർ ഓഫ് മോൾസും ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. പ്രഷർ ഡിക്രീസ് ചെയ്യുക, ശരിക്കും നമ്പർ ഓഫ് മോൾസും ഡിക്രീസ് ചെയ്യണം. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റം വിൽ ട്രൈസ് ടു റെഡ്യൂസ് ദാറ്റ് എഫക്ട് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്പർ ഓഫ് മോൾസ് കൂടിയ ഡിറക്ഷനിലേക്ക് പോകും. എവിടെയാണ് കൂടിയ ഡിറക്ഷൻ? ദാറ്റ് ഇസ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഈ കോൺസെപ്റ്റ് മനസ്സിലായി, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി, ഇത് മാത്രം പഠിച്ചാൽ മതി. പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ പ്രഷർ കൂടുമ്പം നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടുമ്പം സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ് എഫക്ട് ബൈ ഡിക്രീസിങ് ദി നമ്പർ ഓഫ് മോൾസ്. സോ ആസ് ദി പ്രഷർ ഇൻക്രീസസ്, സിസ്റ്റം വിൽ ഷിഫ്റ്റ് ഇൻ ദി ഡയറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഗെറ്റ് റെഡ്യൂസ്ഡ്. Pressure is reduced, system will tries to nullify its effect by increasing the number of moles. Clear ആയോ? ഇനി കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. കോൺസെപ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഇത് കിട്ടും. അടുത്തതെന്ന് പറഞ്ഞാൽ വോളിയം ആയിട്ടുള്ള റിലേഷൻ. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി ചേഞ്ച് ദി വോളിയം? ഈ കോൺസെപ്റ്റ് തന്നെയാണ്. ഇഫ് ഐ എം ട്രൈങ് ടു ഇൻക്രീസ് ദ വോളിയം, നമുക്കറിയാം വോളിയം പ്രഷറും തമ്മിൽ എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ? വോളിയം ആൻഡ് ഓർ നമുക്ക് പറയാം നമ്പർ ഓഫ് മോൾസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണല്ലോ അല്ലേ? സോ ഇഫ് വി ഇൻക്രീസ് ദ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ കൂടുക? നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ് ആണല്ലോ. നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ് ആണ്. അപ്പം സിസ്റ്റം എന്ത് ചെയ്യും? ഇഫ് ദ വോളിയം ഇസ് ഇൻക്രീസ്, ദ സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ് എഫക്ട് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് മോളിക്യൂൾ. ശരിക്കും ഇതാണ് ഇതിൻ്റെ റിലേഷൻ. വോളിയം ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. ഇതാണ് റിലേഷൻ. വോളിയം കൂടുന്നതിനനുസരിച്ച്, അതായത് അല്ലെങ്കിൽ വോളിയം കുറയുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് കൂടും. വോളിയം കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം കുറയും. പെർ യൂണിറ്റ് വോളിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം വോളിയം കൂടുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ശരിക്കും കുറയാണ് വേണ്ടത്. അപ്പോൾ സിസ്റ്റം ഇനി ലേ ഷാറ്റ്ലിയർ പറയാണ്, ഇഫ് എ സിസ്റ്റം ഇസ് ഇൻ ഇക്വിലിബ്രിയം, ഇഫ് യു ട്രൈ ടു ഇൻക്രീസ് ദ വോളിയം, ദ സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ് എഫക്ട് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് മോൾസ്. ശരിക്കും വോളിയം കൂടുമ്പോൾ എന്താ ചെയ്യുക? വോളിയം കൂടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയും. അതായത് എന്തുകൊണ്ടാണ്? ആസ് ദി വോളിയം ഇൻക്രീസ് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം. നിങ്ങൾ ചിന്തിക്കേണ്ടത് വലിയൊരു ബോക്സ് എടുക്കുക, അതിൻ്റെ വോളിയം കുറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ചെയ്യും. അതാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്പർ ഓഫ് മോൾസ്. അപ്പം വോളിയം കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം കൂടും. അപ്പം വോളിയം കൂടുക എന്ന് പറയാം. വോളിയം കൂടുക പറഞ്ഞാൽ വലിയ വോളിയമായി. അപ്പം നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം ഉണ്ടാവില്ല. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഗേഷ്യസ് കേസിൻ്റെ കേസിലാണ് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം എന്തായിരിക്കും? കുറയും. ഇതാണ് ജനറലി നടക്കുന്ന കേസ്. പക്ഷേ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഇപ്പോൾ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്. If you are trying to increase the volume, the system will tries to nullify its effect by decreasing the volume. Decreasing volume എന്ന് പറയുമ്പോൾ അവിടെ എന്താ നടക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് കൂടണം. അപ്പം നമ്പർ ഓഫ് മോൾസ് കൂടിയ ഡയറക്ഷനിലേക്ക് പോകും. അതായത് N2 + 3H2 gives 2NH3 ആണെങ്കിൽ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ്, അതായത് ഇപ്പോൾ വോളിയം നമ്മൾ കൂട്ടുകയാണെങ്കിൽ എന്തെയും സിസ്റ്റം വിൽ ട്രൈസ് ടു എലിഫൈ ഇറ്റ്സ് എഫക്റ്റ് ബൈ ഷിഫ്റ്റിംഗ് ദ ഇക്വിലിബ്രിയം ഇൻ ദി ഡയറക്ഷൻ ഓഫ് നമ്പർ ഓഫ് മോൾസ്. അതായത് നമ്പർ ഓഫ് മോൾസ് കൂടുന്ന കേസിൽ. ഇനി അതേപോലെ ഇഫ് ഐ എം ട്രൈങ് ടു റെഡ്യൂസ് ദ വോളിയം, നമുക്കറിയാം വോളിയം കുറയുമ്പോൾ ശരിക്കും നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? കൂടും. ബട്ട് അപ്പോൾ സിസ്റ്റം എന്തെയും സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ ഇൻക്രീസിങ് ദി വോളിയം കുറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം എന്ത് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ ഡിക്രീസിങ്. അപ്പം എന്ത് ചെയ്യും? നമ്പർ ഓഫ് മോൾസിനെ കുറയ്ക്കാൻ ശ്രമിക്കും.
ക്ലിയർ ആവുന്നുണ്ടോ? വോളിയം കൂടുന്നതിനനുസരിച്ച് ഇറ്റ് വിൽ ഷിഫ്റ്റ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസസ് ആൻഡ് ഇഫ് ദ വോളിയം ഇസ് ഡിക്രീസ് ഇറ്റ് വിൽ ബി ഷിഫ്റ്റിംഗ് ദ ഇക്വിലിബ്രിയം ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ്. ക്ലിയർ ആയോ? ഈ പ്രഷറിൻ്റെ കോൺസെപ്റ്റും വോളിയത്തിൻ്റെ പ്രഷറിൻ്റെ കോൺസെപ്റ്റ് പഠിച്ച വോളിയം എളുപ്പമാണ്. മനസ്സിലായല്ലോ? അത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആട്ടോ, ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ചോദിക്കുന്നത്. വെദർ ദർ ഈസ് എനി എഫക്റ്റ് ഇഫ് എ സിസ്റ്റം ഇസ് ഇൻ ഇക്വിലിബ്രിയം ഇഫ് യു ആർ ആഡിങ് സർട്ടൻ എമൗണ്ട് ഓഫ് കാറ്റലിസ്റ്റ് ആഡ് ചെയ്യുമ്പം അവിടെ ഇക്വിലിബ്രിയത്തിൽ ഏതെങ്കിലും ഒരു ഡിറക്ഷനിലേക്ക് അതാവും. കാറ്റലിസ്റ്റ് ഹസ് നോ എഫക്റ്റ് ഓൺ ദി സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ കാറ്റലിസ്റ്റിന് ഒരു എഫക്റ്റും ഇല്ല. ശരിക്കും കാറ്റലിസ്റ്റ് എന്ന സാധനം നമ്മളൊരു റിയാക്ഷൻ, അതായത് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ യൂസ് ചെയ്യുമ്പം അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദി റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ സൈമൾട്ടേനിയസ്ലി. ഈ കാറ്റലിസ്റ്റ് ഒരു റിവേഴ്സിബിൾ റിയാക്ഷനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോർവേഡ് റിയാക്ഷൻ്റെയും ബാക്ക്വേർഡ് റിയാക്ഷൻ്റെയും റേറ്റ് എൻഹാൻസ് ചെയ്തിട്ട് കാറ്റലിസ്റ്റ് ഇസ് ആഡഡ് ടു എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇറ്റ് വിൽ ഇൻക്രീസ് ദി റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ സൈമൾട്ടേനിയസ്ലി. സോ ഇറ്റ് വിൽ ഹെൽപ്പ് to attain the equilibrium faster rate. When a catalyst is added to a system in equilibrium, then the system has no effect or the catalyst have no effect on that system. അതാണ് നിങ്ങൾ പറയേണ്ട പോയിന്റ്. അതായത് if the catalyst is added before equilibrium ആണെങ്കിൽ എന്താണ്, the system will tries to or the catalyst will help to reach the equilibrium by increasing the rate of reaction of both forward and backward reaction simultaneously. If a system is in equilibrium, if we add catalyst, then the catalyst has no effect on that reaction. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ദാറ്റ് ഈസ് എഫക്റ്റ് ഓഫ് എഡിഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസിന് ആഡ് ചെയ്യണ സമയത്ത് ഇക്വിലിബ്രിയത്തിൽ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോയെന്ന്. ദാറ്റ് എഡിഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഇനേർട്ട് ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ? ഇനേർട്ട് ഗ്യാസ് ഏതൊക്കെയാണ് ഇനേർട്ട് ഗ്യാസ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റാഡൺ അല്ലേ? നമ്മൾ നിയോണോ ആർഗണോ ആരെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഈ ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർക്ക് ഇനേർട്ടാണ്, അവർ ആരുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ സിസ്റ്റം അതായത് എഫക്റ്റ് ഓഫ് എഡിഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് ഇസ് കോൺസ്റ്റൻറ്റ് വോളിയം അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതായത് ഒരു സിസ്റ്റം ഉണ്ട്, അതിന് നമ്മൾ വോളിയം, അതായത് ഇക്വിലിബ്രിയത്തിലുള്ളൊരു സിസ്റ്റമാണ്, ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ്, കോൺസ്റ്റൻറ്റ് വോളിയം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വി ആർ ആഡിങ് ഇനേർട്ട് ഗ്യാസിന് ആഡ് ചെയ്യാണ്. When a system it is at constant volume and it is attained equilibrium, if we are adding an inert gas to this system, there is no change or no effect on addition of inert gas. Volume കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നമുക്കറിയാം ഇപ്പം ഇത് അതായത് നമ്മളിപ്പോൾ ഒരു ഗ്യാസിന് ആഡ് ചെയ്ത് അവിടെ പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാലും ഇവിടെ കോൺസ്റ്റൻറ്റ് വോളിയം ആയതുകൊണ്ട് there will be no effect on the addition of inert gas for a system in equilibrium at constant volume. നല്ലോണം ശ്രദ്ധിക്കണം. അതായത് ഒരു ഇനേർട്ട് ഗ്യാസിനെ ആഡ് ചെയ്ത സമയത്ത് അതെന്ത് ആ സിസ്റ്റത്തിന് ആ ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തു കോൺസ്റ്റൻറ്റ് വോളിയം, അതായത് വോളിയം ചേഞ്ച് ചെയ്യാൻ നമ്മൾ സമ്മതിച്ചിട്ടില്ല. വി ആർ കീപ്പിംഗ് ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ അവിടെ ശരിക്കും ഈ ഇനേർട്ട് ഗ്യാസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നോ ഇഫക്റ്റാണ്. പക്ഷെ അതിനനുസരിച്ചിട്ട് ഇഫ് വി ആർ ആഡിങ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണെന്ന് വിചാരിക്കുക, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വി ആർ ആഡിങ് ദി സിസ്റ്റം ഇനേർട്ട് ഗ്യാസ് ഇൻ എ സിസ്റ്റം വിച്ച് ഇസ് ഇൻ ഇക്വിലിബ്രിയം. അപ്പം എന്ത് പറ്റും? വോളിയം കോൺസ്റ്റൻ്റ് അല്ല, വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസസ് ആണല്ലോ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യുമ്പം സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ് എഫക്റ്റ് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? നോർമലി വോളിയം കൂടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം കുറയും. അപ്പം നമ്മളിപ്പം ഒരു സിസ്റ്റം കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്, അപ്പോൾ വോളിയത്തിന് ചേഞ്ച് വരും, പ്രഷർ മാത്രമേ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ദി സിസ്റ്റം എന്ത് ചെയ്യും? വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യും? ദി സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ് എഫക്റ്റ് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് മോൾസ്. ദി സിസ്റ്റം വിൽ ഷിഫ്റ്റ് ഇൻ ദി ഡിറക്ഷൻ ഇൻ വിച്ച് ദി നമ്പർ ഓഫ് മോൾസ് ഹാസ് ഇൻക്രീസ്. സിസ്റ്റം ഏത് ഡയറക്ഷനിലേക്ക് പോകും? നമ്പർ ഓഫ് മോൾസ് കൂടിയ ഡയറക്ഷനിലേക്ക് പോകും. അപ്പോൾ ഇതാണ് അഡിഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസിൽ. കോൺസ്റ്റൻറ്റ് വോളിയം ആണെങ്കിൽ പ്രഷർ കൂടിയാലും അവിടെ എന്തിലും വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നമ്പർ ഓഫ് മോൾസിൻ്റെ കാര്യം ഒന്നും പറ്റുന്നില്ല.
സോ ദർ ഇസ് നോ എഫക്റ്റ്. പക്ഷേ ഈ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ അവിടെ വോള്യത്തിന് ചേഞ്ച് വരും. ദാറ്റ് ഈസ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോള്യം ഇൻക്രീസസ്, നമ്പർ ഓഫ് മോൾസ് ശരിക്കും ഡിക്രീസ് ചെയ്യും. അപ്പം സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ദിസ് എഫക്റ്റ് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് മോൾസ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തറുവാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഈ ക്ലാസ് കേട്ടില്ലേ, അപ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. എന്തായിരുന്നു പ്രഷർ കൂടുമ്പം എന്താണെന്നുള്ളതൊക്കെ ഒന്ന് റീകോൾ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഈ പ്രോബ്ലം ചെയ്യരുത്. അത് റീകോൾ ചെയ്ത് മനസ്സിലാക്കിയെന്ന് ഉറപ്പുണ്ടായിട്ട് ഈ പ്രോബ്ലം ഒന്ന് എൻ്റെ കൂടെ ചെയ്യുക. ആദ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ ആൻസർ പറയുമ്പം കറക്റ്റാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല, വീണ്ടും ഒന്നുകൂടെ റീകോൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അതിൽ എത്ര ആൻസർ, അതായത് 1 2 3 4 5 6 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 7 എണ്ണം കറക്റ്റായോ, അല്ലെങ്കിൽ 3 എണ്ണം കറക്റ്റായോ, അല്ലെങ്കിൽ ഏതാണ് കറക്റ്റ് ആവാത്തത്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് അല്ല, ഇത്ര പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ. അപ്പം നോക്കൂ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ നല്ലോണം ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ ടിപ്സും ട്രിക്സൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഫുൾ മാർക്ക്. ഓക്കെ, അപ്പം 2SO2 + O2 gives 2SO3. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെങ്കിൽ ആ റിയാക്ഷൻ ആദ്യം ആൻസർ പേപ്പറിൽ എഴുതി വെക്കുക. 2SO2 അത് ഞാൻ ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, 2SO2 + O2 gives 2SO3. ഇനി ഞാൻ ക്വസ്റ്റ്യൻ്റെ സൈഡിൽ നോക്കുക, ΔH പോസിറ്റീവ് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവാണെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്തായിരിക്കും? എൻഡോ എക്സോ ആകുമ്പോൾ നെഗറ്റീവാണ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യാൻ. അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് എഴുതിയേക്കണം എന്ന് പറയും. ഇതാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇക്വേഷൻ ആൻസർ ഷീറ്റിൽ എഴുതണം എന്ന് പറയുന്നത്. കാരണം അത് നോക്കുക, ΔH പോസിറ്റീവ് ആണെങ്കിൽ ഫോർവേഡ് എൻഡോ ആണ്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്ക്വേർഡ് എന്തായിരിക്കും? എക്സോ. ഇനി ഇപ്പോൾ ഒരുവിധ എല്ലാ ഡാറ്റേഴ്സും നമുക്ക് കിട്ടി. ഇനിയും വേണ്ടവർ അത് വേണ്ട, ഇപ്പോൾ എഴുതി കഴിഞ്ഞ് കൺഫ്യൂസ്ഡ് ആയപ്പോൾ. ഫസ്റ്റ് വൺ, ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ്ഡ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, അക്കോർഡിംഗ് ടു ലേഷറ്റ്ലെ പ്രിൻസിപ്പൽ ഹൗ യു ക്യാൻ എക്സ്പ്ലെയിൻ ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് ഷിഫ്റ്റഡ് ഇസ് ഇൻക്രീസ്ഡ് ഇൻ വിച്ച് ഡിറക്ഷൻ ഇറ്റ് വിൽ ബി ഫോർവേഡിങ് ഓർ ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ വിച്ച് ഡിറക്ഷൻ. അപ്പോൾ നമുക്ക് പറയാം, ആസ് ദ ടെമ്പറേച്ചർ ഇസ് ഇൻക്രീസ് system will tries to nullify this effect by decreasing the temperature. എന്താണ്? System will tries to nullify or readjust the system in such a way as to neglect or എന്തായിരുന്നു? The system will tries to nullify this effect by changing the system in the direction in the opposite way. അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂട്ടുമ്പം സിസ്റ്റം എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയ്ക്കാൻ ശ്രമിക്കും. ടെമ്പറേച്ചർ എപ്പോഴാണ് കുറയ്ക്കുക? സിസ്റ്റം വിൽ എബ്സോർബ് ഇൻ ദ ഡയറക്ഷൻ. അല്ലേ? അതായത് ഇപ്പം സിസ്റ്റം ടെമ്പറേച്ചർ, ഇഫ് യു ആർ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സിസ്റ്റം പറയാം, നിങ്ങൾ എൻ്റെ ടെമ്പറേച്ചർ കൂട്ടി, എന്നാൽ ഞാനത് കുറയ്ക്കും. എങ്ങനെയത് കുറയ്ക്കും? ഇറ്റ് വിൽ ട്രൈസ് ടു നള്ളിഫൈ എഫക്റ്റ് ഓർ ഇറ്റ് ഡിക്രീസ് ദി ടെമ്പറേച്ചർ ബൈ മൂവിങ്. ഏത് ഡിറക്ഷനിലാണ് മൂവിങ്? മോർ ആൻഡ് മോർ ഹീറ്റ് വിൽ ബി എബ്സോർബ്ഡ് ഓർ ഇറ്റ് വിൽ മൂവ്സ് ഇൻ ദി എൻഡോതെർമിക്. ഏത് ഡിറക്ഷനിലാണ്? എൻഡോതെർമിക് ഡിറക്ഷൻ. എവിടെയാണ് എൻഡോതെർമിക് ഡിറക്ഷൻ ഉള്ളത്? ഇറ്റ് വിൽ എൻഹാൻസ് ഫോർവേഡ് റിയാക്ഷൻ. അതായത് ടെമ്പറേച്ചർ കൂട്ടണ സമയത്ത് സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ് എഫക്ട് ബൈ ഡിക്രീസിങ് ദി ടെമ്പറേച്ചർ. ഡിക്രീസിങ് ദി ടെമ്പറേച്ചർ വിൽ ഹാപ്പൻ ഓൺലി ബൈ എബ്സോർബിങ് ദി ഹീറ്റ്. എബ്സോർബിങ് ദ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ഡിറക്ഷൻ. അപ്പം സിസ്റ്റം ഏത് ഡിറക്ഷനിലാണ് പോവുക? മോർ ആൻഡ് മോർ SO3 വിൽ ബി പ്രൊഡ്യൂസ്, ഫോർവേഡ് റിയാക്ഷൻ. ഇനി അടുത്ത കേസ്, വോളിയം ഇസ് ഇൻക്രീസ്ഡ്. വാട്ട് ഹാപ്പൻസ് വെൻ വോളിയം ഇസ് ഇൻക്രീസ്? നമുക്കറിയാം, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ജനറലി നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, ഇനി ഞാനത് പറയുന്നില്ല. നമ്മൾ ഇത് വോളിയം ഇസ് ഇൻക്രീസ്, സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ ഡിക്രീസിങ് ദ വോളിയം, ദാറ്റ് ഈസ് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇറ്റ് വിൽ ഷിഫ്റ്റ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് കൂടുന്ന ഡയറക്ഷനിലാണ് അത് പോകുക. അപ്പം നമുക്കറിയില്ല നമ്പർ ഓഫ് മോൾസ് എവിടെയാണ് കൂടുന്നതെന്നില്ല. ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് 3 ആണ്, ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. അപ്പോൾ എവിടേക്കാണ് ഇത് പോവുക? ഇറ്റ് വിൽ മൂവ്സ് ഇൻ ദി ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പോൾ എന്താണ്? അക്കോർഡിംഗ് ടു ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പൽ, ഇഫ് വി ഇൻക്രീസ് ദ വോളിയം, സിസ്റ്റം വിൽ നള്ളിഫൈ ഇറ്റ്സ് എഫക്ട് ബൈ ഡിക്രീസിങ് ദ വോളിയം, ദാറ്റ് ഈസ് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് കൂട്ടാനാണ് അത് ശ്രമിക്കുക. നമ്പർ ഓഫ് മോൾസ് കൂട്ടാൻ, ആൻഡ് ഇറ്റ് വിൽ ഷിഫ്റ്റ് ഇൻ ദ ഡിറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസ്, ദാറ്റ് ഈസ് ഇൻ ദ ബാക്ക്വേർഡ് ഡിറക്ഷൻ. ദാറ്റ് ഈസ് ഡീകമ്പോസിഷൻ ഓഫ് SO3 ടേക്ക് പ്ലേസ്. ക്ലിയർ ആണല്ലോ? ഇനി സി കേസ്, എ കാറ്റലിസ്റ്റ് ഇസ് ആഡഡ്.
A catalyst has no effect on a system which is in equilibrium because catalyst will increase both the forward and backward reaction simultaneously. So if a system is in equilibrium, if we add catalyst, it will increase the rate of forward and backward reaction simultaneously. So there is no effect of catalyst on the reaction. No effect. Effect illa enna adu forward ne backward ne reaction ഒരുപോലെ enhance ചെയ്യും. 3 questions. ഇനി D. Pressure is decreased. ആ pressure is decreased എന്ന് പറയുമ്പം ഇതും ഇനി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. If the pressure will be shifting in the direction in which number of moles is decreased. അതായത് വോളിയം ആകുമ്പോൾ വോളിയം എപ്പോഴും ഷിഫ്റ്റ് ചെയ്യുക നമ്പർ ഓഫ് മോൾസിൻ്റെ ഇൻ ദ ഡിറക്ഷനിലാണ്. പ്രഷർ ആകുമ്പം ഇറ്റ് വിൽ ഡിക്രീസ്ഡ് ഇൻ ദി ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പം ഇഫ് ദി പ്രഷർ ഇസ് ഡിക്രീസ് നമുക്കറിയാം ദി പ്രഷർ ഇസ് ഡിക്രീസ്ഡ് പ്രഷറും ഈ നമ്പർ ഓഫ് മോൾസും ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. അപ്പം ഇഫ് ദി പ്രഷർ ഇസ് ഡിക്രീസ് സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്റ്റ് ബൈ ഇൻക്രീസിങ് ദി പ്രഷർ. ഇൻക്രീസിങ് ദി പ്രഷർ തന്നെ നമ്പർ ഓഫ് മോൾസ് കൂടി ഡിറക്ഷനിൽ. എവിടെയാണ് നമ്പർ ഓഫ് മോൾസ് കൂടുതൽ? ഇവിടെ 2 + 1 3, ഇവിടെ 2. അപ്പോൾ എവിടെയൊക്കെയാണ്? ഇൻ ദി ബാക്ക്വേർഡ് സ്റ്റേറ്റ് ഓർ ഇറ്റ് വിൽ പ്രൊസീഡ് ഇൻ ദി ബാക്ക്വേർഡ് റിയാക്ഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി കോൺസെൻട്രേഷൻ ഓഫ് SO2 സിമ്പിളാണ്, അത് ആർക്കും അറിയാം. ഇഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദ റിയാക്റ്റൻറ്റ് ഇസ് ഇൻക്രീസ് സിസ്റ്റം വിൽ നള്ളിഫൈ ഇറ്റ്സ് എഫക്റ്റ് ബൈ പ്രൊഡ്യൂസിങ് മോർ ആൻഡ് മോർ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ മോർ ആൻഡ് മോർ പ്രൊഡക്ട്സ് ഉണ്ടാക്കും. SO2 കൂട്ടുമ്പോൾ അത് പറയും ആഹാ നിങ്ങൾ എൻ്റെ SO2 കൂട്ടുകയാണെങ്കിൽ ഞാനത് കുറയ്ക്കാൻ ശ്രമിക്കും. എങ്ങനെ കുറയ്ക്കും? മോർ ആൻഡ് മോർ പ്രൊഡക്ട്സ്. അപ്പോൾ അത് ഫോർവേഡ് റിയാക്ഷനെ ഫേവർ ചെയ്യും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹീലിയം ഇസ് ആഡഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. When helium is added at constant volume, അതായത് കോൺസ്റ്റൻറ്റ് വോളിയം കീപ്പ് ചെയ്തിരിക്കുന്നു കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ഹീലിയം എന്ന് പറഞ്ഞാൽ ഇനേർട്ട് ഗ്യാസ്. വെൻ ഇനേർട്ട് ഗ്യാസ് ഇസ് ആഡഡ് ടു എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അവിടെ ഓൺലി ദർ വിൽ ബി എ നെറ്റ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ. സോ ദർ ഇസ് no change or no effect in the state of equilibrium. When a inert gas is added to a system at constant volume, the overall pressure will be increased, but there is no net effect on the system at equilibrium. കാരണം എന്താ വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഒന്നും കൂടുന്നില്ല, കാരണം വോളിയം കെപ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഹീലിയം ഇസ് ആഡഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നോ എഫക്റ്റ്, ഓൺലി ദി നെറ്റ് പ്രഷർ വിൽ ബി ഇൻക്രീസിങ്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഹീലിയം ഇസ് ആഡഡ് ടു എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പം വെൻ ഇനേർട്ട് ഗ്യാസ് ലൈക്ക് ഹീലിയം ഇസ് ആഡഡ് ടു എ സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദാറ്റ് ഈസ് ദ വോളിയം ഇൻക്രീസസ്. ദ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ദ സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ്സ് എഫക്റ്റ് ബൈ ഡിക്രീസിങ് ദ വോളിയം. ഡിക്രീസിങ് ദ വോളിയം എന്ന് പറയുമ്പം നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ദാറ്റ് ഈസ് അഫ് ദി helium is added to a system at constant pressure. When inert gas is added to a system at constant pressure കൂടുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പം സിസ്റ്റം എന്ത് ചെയ്യും? വിൽ ട്രൈസ് ടു നള്ളിഫൈ ദിസ് എഫക്റ്റ് ബൈ ഡിക്രീസിങ് ദ വോളിയം. വോളിയം ഡിക്രീസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഷിഫ്റ്റ് ഇൻ ദി ഡിറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് മോൾസ് ഏത് സൈഡിലേക്കാണ് ഉള്ളത്? അതായത് ബാക്ക്വേർഡ് റിയാക്ഷൻ. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ ഈ പ്രഷറും വോളിയം മാത്രം ഇത്തിരി കൺഫ്യൂഷൻ, ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ആൻഡ് വോളിയം ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ്. പ്രഷർ കൂടുമ്പോൾ ശരിക്കും നമ്പർ ഓഫ് മോൾസ് കൂടും. അപ്പം പ്രഷർ കൂടുന്ന കേസിൽ സിസ്റ്റം വിൽ ട്രൈസ് ടു നള്ളിഫൈ ഇറ്റ് എഫക്റ്റ് ബൈ ഡിക്രീസിങ് ദി പ്രഷർ. നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ അത് ഡിക്രീസ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്ക് പോകും. വോളിയം കൂട്ടുമ്പം എപ്പോഴും നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം കുറയും. അപ്പം നമ്മൾ വോളിയം കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? സിസ്റ്റം വിൽ ട്രൈസ് ടു റെഡ്യൂസ് ദ വോളിയം കുറയ്ക്കാന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇനിയും പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഈ 1 2 3 4 പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ വലിയ ക്ലാസ് ആയിട്ടുണ്ടാവും, കാരണം ഇത് ഇത്രയും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ്. ലേഷാർട്ടിലെ പ്രിൻസിപ്പിൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റും ഗിബ്സ് എനർജിയും തമ്മിലുള്ള റിലേഷനും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യട്ടെ അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയായി, എവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നതെന്നൊക്കെ ഉള്ളത്. കൺഫ്യൂഷൻ ഉള്ളത് പറഞ്ഞോളൂ. നമ്മൾ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ ബുക്കിൽ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇനി അടുത്ത് നമുക്ക് എടുക്കാനുള്ള അയണിക് ഇക്വിലിബ്രിയം അത് അടുത്ത ക്ലാസ്സിലെടുക്കും. മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ടുള്ളൂ. ടെൻഷനൊക്കെ ഒഴിവാക്കും. നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.